170-ലധികം വരുന്ന ഡ്രോണുകൾ, 30 ക്രൂയിസ് മിസൈലുകൾ, 120 ബാലിസ്റ്റിക്സ് മിസൈലുകൾ, ഇത്രയും പ്രൊജക്ടൈൽസ് ആണ് ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വന്തം മണ്ണിൽ നിന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. Iran has launched a direct attack from Iranian soil towards the state of Israel. ഇതൊരു വേൾഡ് വാർ 3ക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിലെ സ്വന്തം മാധ്യമങ്ങൾ പോലും ഇതിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നു എന്ന് പറയുന്ന രീതിയിലാണ്. എന്നാൽ ഇവിടെ യാഥാർത്ഥ്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലെ ആക്രമിക്കാനായിട്ട് ഇന്ന് ശ്രമിച്ചത്? ഇതിന് പിറകിലെ കാരണം എന്താണ്? എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം? ഈ പ്രശ്നത്തിന് പിറകിലെ യഥാർത്ഥ വശങ്ങൾ എന്തെല്ലാമാണ്? വളരെയധികം വിശദമായിട്ട് നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. Iran's Islamic Revolutionary Guards Corps has seized an Israel-linked Portuguese-flagged commercial vessel in the strategic Strait of Hormuz. Biden has condemned Iran's brazen attack. U.S. President's statement after Netanyahu's phone call. Biden has reaffirmed his ironclad commitment, saying that we will remain vigilant to all threats. The question is whether this was the intent of Iran, that they just wanted to signal that they can do something and that they truly believe, okay, we've made our point, this is the end of it. ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങുന്നത്. അതിനുശേഷം ഇസ്രായേൽ സൈന്യം ഗാസയിലോട്ട് പ്രവേശിക്കുകയും 10,000-കണക്കിന് വരുന്ന കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വന്നതുമെല്ലാം നമ്മൾ ഓരോരുത്തരും കേട്ട കാര്യമാണ്. ഈ ഒരു കാലയളവിൽ ഇറാൻ ഔദ്യോഗികമായിട്ട് ഈ ഒരു യുദ്ധത്തിൽ എൻ്റർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇതൊരു ഷാഡോ വാർ എന്ന രീതിയിലായിരുന്നു ഇറാൻ കൊണ്ടുപോയത്. അതായത് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി പ്രോക്സി ഗ്രൂപ്പുകൾ ഈ ഒരു ഭാഗത്തുണ്ട്. ഈ ഗ്രൂപ്പുകളെ റെസിസ്റ്റന്റ് ഗ്രൂപ്പ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു റെസിസ്റ്റൻസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പലതരത്തിലുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൽ ഇറാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പക്ഷേ ഇന്ന് ഈ ഒരു ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് 300-ലധികം വരുന്ന പ്രൊജക്ടൈൽസ് ഇറാൻ ലോഞ്ച് ചെയ്തത് അവരുടെ സ്വന്തം മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇറാൻ ഔദ്യോഗികമായിട്ട് ഇസ്രായേലിൽ നടത്തുന്ന ഒരു യുദ്ധപ്രഖ്യാപനമാണെന്ന തരത്തിലാണ് ഇന്ന് വെസ്റ്റേൺ മീഡിയാസ് ഒരു കാര്യം കവർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെയുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന്റെ ഉത്ഭവം എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. 2023 ഡിസംബർ 25 സിറിയയിലുള്ള ഒരു പ്രൈവറ്റ് ബിൽഡിംഗ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ഒരു അറ്റാക്ക് നടത്തുകയാണ്. ഈ അറ്റാക്കിൽ ആ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമാവുകയാണ്. പിന്നീടാണ് ഈ ബിൽഡിങ്ങിനകത്ത് ഇറാന്റെ വൺ ഓഫ് ദ ടോപ്പ് കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വാർത്ത പുറത്തു വരുന്നത്. ആ കമാൻഡറിന്റെ പേര് സയ്യിദ് റസി മൗസവി എന്നാണ്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ടോപ്പ് കമാൻഡറാണ് ഈ ഒരു മൗസവി എന്ന് പറയുന്നത്. അതിനുശേഷം കൃത്യം ഒരു മാസം കഴിയുമ്പോഴേക്കും 2024 ജനുവരി 24 വീണ്ടും മറ്റൊരു അറ്റാക്ക് സിറിയയിൽ നടക്കുകയാണ്. ഈ അറ്റാക്കിൽ പ്രധാനപ്പെട്ട 5 കമാൻഡേഴ്സ് ഇറാന്റെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയായിരുന്നു പിന്നീട് പുറത്തു വന്നത്. ഈ അറ്റാക്കിന് പിറകിലും ഇസ്രായേൽ ആണെന്ന് പറയുന്ന കാര്യങ്ങളും പിന്നീട് ചർച്ചാ വിഷയമായി. അന്ന് ഇസ്രായേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ അറ്റാക്ക് നടത്തുമെന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ വന്നത്. എന്നാൽ അങ്ങനെ ഒരു അറ്റാക്ക് നടന്നില്ല. പകരം ഇസ്രായേലിന്റെ സിറിയയുടെ അകത്തിനുള്ള മറ്റു പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളെയും അമേരിക്കയുടെ ബേസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇറാനും ഇറാന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസും അറ്റാക്ക് ചെയ്തത്. സോ അന്ന് ആ ഒരു പ്രശ്നം വലിയ തോതിൽ മാറിയില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് രണ്ടാമത് നടത്തിയ അറ്റാക്കിൽ ഇറാന്റെ സ്പൈ ചീഫ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ റോ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇറാന്റെ ഒരു സ്പൈ നെറ്റ്വർക്ക് ഉണ്ട്, അതിന്റെ തലവനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സോ ടോപ്പ് കമാൻഡേഴ്സ് ഏകദേശം 5ഓളം വരുന്ന ആൾക്കാർ ഒരു മാസത്തെ ഗ്യാപ്പിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ അകത്ത് ഇത് വ്യാപകമായ പ്രതിഷേധവും ഇറാൻ എന്ത് ചെയ്യുന്ന തരത്തിൽ ദേശീയത ശക്തമാക്കി മാറ്റുന്ന തരത്തിലൊരു പ്രചരണങ്ങളും ഇറാന്റെ അകത്ത് വ്യാപിച്ചു വന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊന്നുമല്ല ഇന്ന് കാണുന്ന പ്രശ്നത്തിലോട്ട് എത്തിച്ചത്. പകരം 2024 ഏപ്രിൽ 1 നടന്ന ഒരു അറ്റാക്കാണ് ഇന്ന് കാണുന്ന ഒരു പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ഏപ്രിൽ 1 സിറിയയുടെ ക്യാപിറ്റൽ സിറ്റിയായ ഡമാസ്കസിലുള്ള ഇറാന്റെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് പറയുന്ന കാര്യമായിരുന്നു ആദ്യമായിട്ട് പുറത്തുവന്നത്. ഈ ആക്രമണത്തിനായിട്ട് F-35 യുദ്ധവിമാനം ഉപയോഗിച്ചുവെന്നും 6ഓളം വരുന്ന ബോംബുകൾ ഈ ബിൽഡിങ്ങിലോട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ലോഞ്ച് ചെയ്തു എന്ന് പറയുന്ന കാര്യമായിരുന്നു പിന്നീട് വാർത്തകൾ വന്നത്. എന്നാൽ അതിനുശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ആയിരുന്നു ഈ പ്രശ്നത്തിന്റെ മൂലകാരണമായി തീർന്നിരിക്കുന്നത്. ഇറാന്റെ IRGCയുടെ ഭാഗമായിരിക്കുന്ന ഫോറിൻ ഫോഴ്സസിനെ കൺട്രോൾ ചെയ്യുന്ന ക്വഡ് ഫോഴ്സിന്റെ തലവൻ മുഹമ്മദ് റസ സഹേദിയായിരുന്നു ഈ അറ്റാക്കിൽ കൊല്ലപ്പെട്ട ടോപ്പ് ജനറൽ. അദ്ദേഹം ഇറാന്റെ മാത്രമായിരുന്നില്ല ടോപ്പ് ജനറൽ, മറിച്ച് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ലെബനനിലെ ഹെസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു കൗൺസിൽ മെമ്പർ കൂടിയായിരുന്നു. ഈ കൗൺസിലിനെ ഷുറ കൗൺസിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ കൗൺസിലാണ് ഹെസ്ബുള്ളയുടെ പല ഓപ്പറേഷൻസിനും പലതരത്തിലുള്ള നീക്കങ്ങൾക്കും
മൊത്തത്തിൽ മാസ്റ്റർ മെയിനായിട്ട് പ്രവർത്തിക്കുന്നത്. സോ ആ ഒരു കൗൺസിലിലെ മെമ്പറുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഇദ്ദേഹം തന്നെയാണ് സിറിയയിലും ലെബനനിലും ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റിലെ 6 പ്രധാനപ്പെട്ട രാജ്യങ്ങളുള്ള ഇന്റർനാഷണൽ ഫോഴ്സസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു തലവനായിട്ടുള്ളത്. സോ അത്രയും ഒരു ടോപ്പ് ജനറൽ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത വന്നപ്പോഴും ഈ ഒരു അറ്റാക്ക് നടത്തിയ പ്രദേശത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കൊണ്ടുമാണ് ഇറാൻ വ്യാപകമായ രീതിയിൽ തിരിച്ചടിക്കാൻ തയ്യാറാകുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഉൾപ്പെടുന്ന ലോകരാജ്യങ്ങൾ താക്കീതുമായിട്ട് രംഗത്ത് വന്നത്. അതായത് ഇറാന്റെ കോൺസുലേറ്റ് ഓഫീസ്, അവരുടെ ഒരു എംബസിക്ക് സമീപത്തുള്ള എംബസിയുടെ ഭാഗമായിരിക്കുന്ന ഓഫീസിലാണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ ഡിപ്ലോമാറ്റിക് മിഷൻ അറ്റാക്ക് ചെയ്യാനുള്ള നീക്കമായിട്ട് ഇത് മാറിയെന്നും അതുകൊണ്ട് ലോക രാജ്യങ്ങളെല്ലാം ഇതിനെതിരെ പ്രതികരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നത് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഇന്റർനാഷണൽ ലോസിലെ നിരവധി പഴുതുകളും ഇസ്രായേൽ ഉപയോഗിച്ചു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വിയന്ന കൺവെൻഷൻ വഴി രൂപീകരിച്ചൊരു കാര്യമായിരുന്നു ഇന്റർനാഷണലി ലോകരാജ്യങ്ങൾ പരസ്പരം ഡിപ്ലോമാറ്റിക് മിഷൻ സ്ഥാപിക്കുമ്പോൾ ഈ ഒരു ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു രാജ്യത്തിന്റെ പ്രതിനിധി അദ്ദേഹം മറ്റൊരു രാജ്യത്തോട് പോകുന്ന സമയത്ത് ആ രാജ്യം ഈ വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സൗകര്യം ഉറപ്പാക്കണമെന്നും പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ ആ രാജ്യത്തിനകത്തുള്ള പലതരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും ലോസും ഉണ്ടാവും. ആ നിയമങ്ങളിൽ നിന്ന് ഒരു ഇമ്മ്യൂണിറ്റി ലഭിക്കുന്ന രീതിയിൽ, പ്രതിരോധം ലഭിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഈ ഒരു വിയന്ന കൺവെൻഷനിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. അതിൽ തന്നെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹോസ്റ്റ് കൺട്രി ഒരു കാരണവശാലും ഈ ഒരു ഡിപ്ലോമാറ്റിക് മിഷന് നേരെ അറ്റാക്ക് നടത്താൻ പാടില്ല. എന്നാൽ ഈ അറ്റാക്ക് ഇന്ന് സിറിയയുടെ അകത്താണ് ഇറാന്റെ കോൺസുലേറ്റിനെ ഇസ്രായേൽ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു തേർഡ് കൺട്രിയുടെ അകത്ത് ഇസ്രായേൽ നടത്തിയ അറ്റാക്ക് ഒരിക്കലും അത് ഇസ്രായേലിനെതിരെ പഴിചാരാൻ സാധിക്കില്ല എന്നും ഒരു തരത്തിലും ലോകരാജ്യങ്ങൾ ഇടപെടാൻ സാധിക്കില്ല എന്ന തരത്തിലാണ് ഇതിനെ ഇസ്രായേൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അവരുടെ ഒരു ടോപ്പ് ലീഡറും ഈ അറ്റാക്ക് ഞങ്ങൾ നടത്തിയില്ല എന്ന് പറഞ്ഞ രീതിയിൽ അതിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ അറ്റാക്ക് നടത്തിയെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും അവർ കൺഫേം ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ കൺഫേം ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രീ ടെക്സ്റ്റ് ആയിട്ട്, അതായത് ഇറാൻ ഇസ്രായേലിൽ നടത്തുന്ന നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്തുപകരുന്ന രീതിയിൽ മാറിയേക്കാമെന്ന പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇസ്രായേലിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഈ അറ്റാക്കിന് പിറകിൽ ഞങ്ങളാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ ഇത് ഇസ്രായേലാണെന്ന തരത്തിൽ ഇന്ന് അമേരിക്കൻ മീഡിയയും ഈവൻ അമേരിക്കയുടെ തന്നെ ടോപ്പ് ഒഫീഷ്യൽസും പല വാർത്താ മാധ്യമങ്ങൾക്ക് സോഴ്സ് കൺഫേം ചെയ്ത് പറയുന്ന കാര്യത്തെപ്പറ്റിയും കാണാൻ സാധിക്കും. ഏപ്രിൽ 1 തീയതി ഇസ്രായേൽ നടത്തിയ അറ്റാക്കിനുള്ള തിരിച്ചടി എന്ന രീതിയിലാണ് ഇന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് സ്വന്തം മണ്ണിൽ നിന്ന് ഇത്രത്തോളം വരുന്ന പ്രൊജക്ടൈൽസ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഇറാനിൽ നിന്ന് മാത്രമല്ലാതെ സിറിയയിൽ നിന്നും ലെബനിൽ നിന്നും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന പല ഗ്രൂപ്പുകളും ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും കാണാൻ സാധിക്കും. ഈ ആക്രമണത്തിൽ 99% വരുന്ന പ്രൊജക്ടൈൽസ്, അത്രയും ഡ്രോണുകളെയും മിസൈലുകളെയും തടയാൻ സാധിച്ചുവെന്നും അമേരിക്കയും ഇസ്രായേലും കൺഫേം ചെയ്യുന്നുണ്ട്. അതിൽ ചിലത് മാത്രമേ ഈ റൺവേസിൽ, അതായത് ഇസ്രായേലിന്റെ IDFന്റെ കൺട്രോളുള്ള എയർബേസിലോട്ടും പല റൺവേയിലും പതിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള പല മിസൈലുകളും ഇസ്രായേലിലെ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടും അമേരിക്കയുടെ ശക്തമായ ഇടപെടലിലൂടെയും തടയാൻ സാധിച്ചുവെന്നാണ് ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് കൺഫേം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇറാൻ തിരിച്ചടി നൽകുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇസ്രായേൽ പോരിന്റെ ഉടമസ്ഥരുടെ ഒരു കപ്പലിനെ UAE തീരത്ത് നിന്ന് പിടികൂടിയിരുന്നു. ഈ കപ്പൽ ഇന്ന് ഇറാന്റെ തീരത്താണ് നിലനിൽക്കുന്നത്. സോ ഇറാൻ ആ കപ്പൽ സീസ് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ടും ഇസ്രായേൽ എത്രയും പെട്ടെന്ന് കപ്പലിനെ വിട്ടു നൽകിയില്ലെങ്കിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയും ഉയർത്തി കാണിച്ചിരുന്നു. അമേരിക്ക പൂർണ്ണ പിന്തുണയോടുകൂടി ഇസ്രായേലിനെ പിറകിൽ നിൽക്കുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ മുഴുവൻ പ്രശ്നത്തിന്റെയും ഔട്ട്ലൈൻ എന്ന് പറയാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സംഭവിച്ച് നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിന് പിറകിലുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റവും പ്രധാനമായിട്ട് തിരിച്ചറിയേണ്ടതായിട്ട് മാറുന്നത്. അതായത് ലോകത്തിലെ ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും അവരുടെ പൗരന്മാർക്ക് ഏത് സമയത്തും ഇറാനും ഇസ്രായേലും തമ്മിലൊരു പ്രശ്നം വന്നേക്കാമെന്ന് പറഞ്ഞുള്ള താക്കീത് മുൻകൂട്ടി നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് 2 ദിവസം മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് അമേരിക്കൻ പൗരന്മാർ തിരികെ വരണമെന്നും എപ്പോൾ വേണമെങ്കിലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായേക്കാമെന്നുള്ള കാര്യത്തെപ്പറ്റിയും സ്ഥിരീകരിച്ച് കാണാൻ സാധിക്കും. സോ അത്രയും ശക്തമായ രീതിയിൽ ഇറാൻ തിരിച്ചു നൽകാൻ തയ്യാറാകുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി ലോകരാജ്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യ ആണെങ്കിൽ ഇറാന്റെ എയർ സ്പേസ് ഉപയോഗിക്കുന്നത് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തും കാണാൻ സാധിക്കും. അങ്ങനെ ലോകത്തിലെ പല രാജ്യങ്ങളും ഈ പ്രശ്നം ഉണ്ടാകാമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കിയത് കാണാൻ സാധിക്കും. കാരണം ഇറാന്റെ ഒരു കോൺസുലേറ്റ് ഓഫീസിനാണ് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്ന എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ഒരു കോൺസുലേറ്റ് ഓഫീസിനെ അറ്റാക്ക് ചെയ്തത്? അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഒരു കോംപ്ലക്സ് പൊളിറ്റിക്കൽ സിറ്റുവേഷനെ പറ്റി പറയേണ്ടതുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോ സൂചിപ്പിച്ച കാര്യമായിരുന്നു, ഇന്ന് അമേരിക്ക ഉൾപ്പെടുന്ന ഇസ്രായേലിലെ പ്രധാനപ്പെട്ട പല പാർട്ട്നേഴ്സും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററുടെ നീക്കങ്ങൾക്കെതിരായിട്ട് ശക്തമായ രംഗത്ത് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ബെഞ്ചമിൻ നെതന്യാഹു ഗാസയുടെ മുഴുവൻ പ്രദേശത്തോട്ടും സൈന്യത്തെ ഇറക്കുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അതിനെതിരായിട്ടായിരുന്നു സംസാരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ലാതെ അമേരിക്കയിലെ പല ടോപ്പ് ലീഡേഴ്സും അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് കാണാൻ സാധിക്കും. ഈ പ്രശ്നം കൂടുതൽ വഷളാക്കാൻ ശ്രമിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന തരത്തിലാണ് ഇന്ന് ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും എല്ലാം പല ലീഡേഴ്സും ആവർത്തിച്ച് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത് എൻറ്റയർലി ചേഞ്ച് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. ഇറാൻ നടത്തിയ ഒരു അറ്റാക്കിനെ പൂർണ്ണമായിട്ടും ജർമ്മനിയും ഫ്രാൻസും UK യും അമേരിക്കയും എല്ലാം എതിർത്തത് കാണാൻ സാധിക്കും.
ഒരു കാരണവശാലും ഇനിയൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നും അതുകൊണ്ട് ഇനി ഇസ്രായേലിന് ശക്തമായ പിന്തുണ നൽകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ജർമ്മനി ആണെങ്കിലും ഇതേപോലെ തന്നെ തങ്ങളുടെ ഒരു പാർട്ണറായിട്ടുള്ള ഇസ്രായേലുമായിട്ട് ശക്തമായൊരു സപ്പോർട്ട് അറിയിക്കുന്നു പറയുന്ന രീതിയിൽ പ്രഖ്യാപനം നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ രാജ്യങ്ങൾ ഇന്ന് ഇസ്രായേലിന് വീണ്ടും അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതായി കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു മൊത്തം സിറ്റുവേഷനെയും ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് ഇന്ന് നടന്നിരിക്കുന്ന ഈ 2 ഇൻസിഡൻസ് മാറിയിരിക്കുന്നത്. ഒന്ന്, ഇസ്രായേൽ ഇറാന്റെ കോൺസുലേറ്റ് ഓഫീസിനെ ആക്രമിച്ചത്, മറ്റൊന്ന് ഇറാൻ തിരിച്ചടിച്ചത്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബെനിഫിറ്റായിട്ട് മാറിയിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്ലസ് ഈ മൊത്തം പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന അമേരിക്കയുമാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഓൾറെഡി ഒരു ഇലക്ഷനിലോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ്. സോ ഈ പ്രശ്നം ഒരു വീണ് കിട്ടിയ അവസരമായിട്ട് ജോ ബൈഡന് മാറിയിരിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മനസ്സിലാക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം ഇനി എത്രമാത്രം മോശമായിട്ട് മാറുമെന്ന് പറയുന്നതാണ്. ഒരു അറ്റാക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് ഇസ്രായേൽ മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ആ അറ്റാക്ക് നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇസ്രായേൽ തിരിച്ചടിക്കുമോ എന്ന് പറയുന്ന സംശയമാണ് പലരും ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു തിരിച്ചടി പാടില്ല എന്ന് പറയുന്ന രീതിയിലും അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചായിട്ട് ഇന്ന് ചില മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങൾ ഇസ്രായേൽ ഒരു വിജയം നേടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി തിരിച്ചടിക്കാൻ പാടില്ലെന്ന തരത്തിലാണ് ഇന്ന് ഇസ്രായേലിനോട് സൂചിപ്പിച്ചു പറഞ്ഞ് അമേരിക്കയിലെ തന്നെ പല ടോപ്പ് ഒഫീഷ്യൽസും മീഡിയയോട് കൺഫേം ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം മോശമാക്കി മാറ്റാതിരിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നു പറയുന്ന രീതിയിൽ ഇന്ന് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റി ഇറാനെതിരെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിരിക്കുന്ന നീക്കം നടപ്പാക്കാനായിട്ട് അമേരിക്ക ശ്രമിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇന്ന് വീണ് കിട്ടിയ അവസരമാണ് ഈ ലോക രാജ്യങ്ങളിലെ പല പ്രധാനപ്പെട്ട നേതാക്കൾക്കും. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റിനായിട്ട് അവരുടെ രാജ്യത്തിനകത്ത് പൊളിറ്റിക്കൽ നേട്ടം സ്വന്തമാക്കാനായിട്ട് ഈ നേതാക്കന്മാർ ശ്രമിച്ചേക്കാമെന്ന് പറയുന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇത് ഇറാനും ബാധകം തന്നെയാണ്. കാരണം ഇറാൻ്റെ അകത്തുള്ള ദേശീയത ഇന്ന് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ദേശീയത ശക്തമാക്കാനും ഇറാൻ്റെ മൊത്തം പ്രതിച്ഛായ മാറ്റുവാനായിട്ടും ആ ഇറാൻ കൺട്രോൾ ചെയ്യുന്ന പല നെറ്റ്വർക്കുകൾക്കിടയിൽ ഇറാൻ്റെ പ്രസൻസും ഇറാൻ്റെ പവർ എന്താണെന്ന് കാണിക്കാനുള്ള അവസരമായിട്ടും ഇറാൻ ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. സോ ഇറാനും വീണ് കിട്ടിയ അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രശ്നം കൂടുതൽ മോശമാക്കി മാറ്റുമ്പോൾ അത് പല രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമായി തീരുമെന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ ഇന്ത്യയെ പോലും ഇത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഇന്ത്യയിലെ 1 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ ഇറാനിലും ഇസ്രായേലിലുമായിട്ട് കഴിയുന്നുണ്ട്. അവർക്കും ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയേക്കാം. പ്ലസ് ഓൾറെഡി എണ്ണയുടെ വില ഒക്ടോബർ 7-ാം തീയതി നടന്ന അറ്റാക്കിന് ശേഷം ഹയസ്റ്റ് ആയിട്ട് കൂടിയിട്ടുണ്ട്. സോ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കാനും അതുമൂലം ലോകത്ത് പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാനും ഈ ഒരു പ്രശ്നം ഒരു പ്രധാനപ്പെട്ട കാരണമായി തീർന്നേക്കാം. ഇത്രയുമാണ് ഈ ഒരു വീഡിയോ പറയാനുള്ളത്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എന്താണ് തോന്നുന്നത്? ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആ യുദ്ധം പല നേതാക്കന്മാരും കൂടെ നടപ്പാക്കുന്ന ഒരു യുദ്ധമാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കണമെന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാരണം ആ യുദ്ധത്തിൽ ആരാണോ ബെനിഫിറ്റ് നേടുന്നത് അവർ തന്നെയാണ് ആ നേട്ടത്തിന് വേണ്ടി യുദ്ധം തുടങ്ങിയത്. ആ കാര്യത്തെപ്പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.